എവിടെയെങ്കിലും എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കുടിയേറ്റ കർഷകരെയും തോട്ടമുടമകളെയും പഴിചാരി യഥാർത്ഥ കാരണത്തിലേക്ക് നോക്കാതിരിക്കുക എന്നത് ഒരു സ്ഥിരം ക്ലീശയായി മാറിയിട്ടുണ്ട്. 1924 ജൂലൈയിൽ ഒരു അർദ്ധരാത്രി കനത്ത മഴയും പേമാരിയും മൂന്നാർ എന്ന സുന്ദരമായ ഗ്രാമത്തെ കശക്കി എറിഞ്ഞതാണ്. അതിന് 100 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2024 ജൂലൈയിൽ അതേപോലൊരു രാത്രി, അതേപോലൊരു പേമാരിയും ഉരുൾപൊട്ടലും വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരടമല എന്നീ പ്രദേശങ്ങളെയും കശക്കി എറിഞ്ഞിട്ടുണ്ട്. 1924 ജൂലൈ എന്ന് പറയുമ്പം അധികം നിർമ്മാണങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. അപ്പം 100 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ വെള്ളപ്പൊക്കവും മലയിടിച്ചിലും മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ കാരണം കർഷകരാണോ? 2 വർഷം മുമ്പ് ജർമ്മനിയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയി. അത് ഇതുവരെ പുനരുദ്ധരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന്റെ പിന്നിൽ കർഷകരാണോ? യൂറോപ്പിലും അമേരിക്കയിലും കാട്ടുതീ പടരുന്നതിന്റെ കാരണം കർഷകരാണെന്നായിരിക്കും ഇവരുടെ കണ്ടെത്തല്. ഗൾഫിൽ ഇപ്പം മഴയാണ്, എങ്ങനെയാണ്? കർഷകരാണോ കാരണം? സമാധാനമായി പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകരുടെ നെഞ്ചത്ത് കയറുന്നത് കപട പരിസ്ഥിതിവാദികളുടെയും ഫണ്ട് പറ്റാൻ വേണ്ടി ഇരിക്കുന്ന ലോബികളുടെയും പ്രധാന അജണ്ടയാണ്. എന്തുകൊണ്ട് അമേരിക്കയിലും ചൈനയിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രളയവും ദുരന്തവും സംഭവിക്കുമ്പോൾ അതൊന്നും ആർക്കും കാണാൻ കഴിയാത്തത്? അരിയാഹാരം കഴിക്കുന്നവർക്കാണെങ്കിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റും. അരി എത്രയും ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന വാദമുഖങ്ങളുമായി രംഗപ്രവേശനം നടത്തുന്ന ജയശങ്കറിനെ പോലെയുള്ളവരുടെ പ്രധാന ഉദ്ദേശം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതല്ലേ? പാറമടക്കാരുടെ പരസ്യം വാങ്ങിയെന്നാണ് ജയശങ്കർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ പരസ്യം മേടിക്കാതിരിക്കാന്ന് ജയശങ്കർ പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും വികസനം വേണം, അതിന് മെറ്റൽ ആവശ്യമാണ്. മനുഷ്യന്റെ വികസന സ്വപ്നങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. 6 വരി 8 വരി പാതകൾ ഉണ്ടാകുന്നു, റെയിൽവേ പാളങ്ങൾ ഉണ്ടാകുന്നു, കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു. എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് മെറ്റൽ ആവശ്യമാണ്. ഇപ്പൊ ജയശങ്കർ ഇരിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തറ പോലും കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊക്കെ എവിടുന്ന് വരുന്നു? ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? ശരിയാണ്, ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നത്. ആ ക്വാറികൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നത് അതിന്റെ അടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർ തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കർഷകരെ നിങ്ങൾ കപ്പ നട്ടാ മലയിടിയോ എന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ജയശങ്കറിന് കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാനുള്ള ബാധ്യതയാണ് യഥാർത്ഥത്തിലുള്ളത്. ജയശങ്കറിനെ പോലുള്ളവരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടുകളും PT വീഡിയോകളും വിദേശ പണം കൈപ്പറ്റുന്ന പരിസ്ഥിതി NGOകളുടെ ഒത്താശയോടെ ബോധപൂർവ്വം പ്രചരിച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലോകം മുഴുവൻ പശ്ചിമഘട്ടമല്ല, കഴിഞ്ഞ ആഴ്ച ഉത്തരാഖണ്ഡിന്റെ വലിയൊരു ഭാഗം തന്നെ ഒലിച്ചുപോയി. കാണാതായവരെ ഇതുവരെ കണ്ടെത്തിയിട്ട് പോലുമില്ല. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, അസം, ബീഹാർ എന്നിങ്ങനെ നിരവധി ഇടങ്ങളിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് അതിഭീകരമായ പ്രളയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും പശ്ചിമഘട്ടമല്ലല്ലോ. കുട്ടനാട്ടിലെ കായൽ നിലങ്ങൾ വേമ്പനാട്ട് കായൽ രൂപാന്തരപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കയ്യേറ്റാണ്. അപ്പൊ കായൽ തിരിച്ചറിയണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോകത്തിലെ പല കാലഘട്ടങ്ങളായിട്ടുണ്ടായ ദുരന്തങ്ങൾ നമുക്കൊന്ന് റാൻഡമായിട്ട് പരിശോധിച്ച് നോക്കാം. 49 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഹാർട്ട് മൗണ്ടൈൻ ലാൻഡ്സ്ലൈഡ്, അപ്സറോക്ക അഗ്നിപർവ്വത മേഖലയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു ഇതിന് കാരണം. ഇതിന്റെ പിന്നിൽ കർഷകരാണോ? 1692 ജമൈക്ക ഭൂകമ്പം, ജൂൺ 7 പോർട്ട് റോയലിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ കനത്ത മഴയും അവിടെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റുമായിരുന്നു ഇതിന്റെ പിന്നിൽ കർഷകരാണോ? 1902 തുർക്കിസ്ഥാൻ ഭൂകമ്പം, ഭൂചലനത്തെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് ഇതിന്റെ കാരണം. ഇതിന്റെ പിന്നിലൊന്നും കർഷകരല്ല. 2001 ഓഗസ്റ്റിലാണ് മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തിനെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പിന്നീട് 23 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളായിരുന്നു സംഭവിച്ചത്. അപ്പൊ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് അന്നത്തെ റിപ്പോർട്ട് വെച്ച് വിശദീകരിക്കുന്നത് വെറും വിഡിത്താണ്. സാമാന്യം സ്ഥിരമായ തോതിൽ പെയ്തുകൊണ്ടിരുന്ന കാലവർഷത്തിന് പകരം കുറച്ചു നേരത്തേക്ക് ഭീമമായ അളവിലാണ് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മഴ പെയ്ത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീടിനുള്ളിൽ പോലും ചൂട് പിടിക്കും. പണ്ടൊന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല. ലോകത്തിന്റെ അധിക ചൂട് കാരണം കടൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ നിന്ന് വെള്ളം വലിയ അളവിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് വരും. അപ്പൊ കാറ്റ് ഈ ജലഗണങ്ങളെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത കൂടുതലുള്ളപ്പം ഈ വെള്ളം പെട്ടെന്ന് തണുക്കും. വലിയ അളവിൽ ജലാംശം ഉള്ളപ്പം ഡെൻസിറ്റി കൂടുതലാകുമ്പം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മഴ പെരുമഴയായിട്ട് മാറും. മണ്ണിന്റെ ഘടനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും. അപ്പൊ നേരത്തെ പെയ്തിറങ്ങിയ മഴവെള്ളം ഉറവയായിട്ട് ഭൂമിയുടെ അധികം താഴെ എത്താതെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ വന്ന വെള്ളം കൂടെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഭൂമി അതിനെ പുറത്തേക്ക്, അതായത് ഉപരിതലത്തിലേക്ക് വിടും. മണ്ണിന്റെ ഘടനയ്ക്ക് ഉടൻ നാശം സംഭവിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഉറവയായിട്ട് നേരത്തെ ശേഖരിച്ചു വെച്ച വെള്ളം കൂടെ ഭൂമി പുറന്തള്ളാൻ തുടങ്ങും. അപ്പൊ എത്ര വലിയ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചാലും എത്ര വലിയ പാറയുണ്ടെങ്കിലും അതിനെയൊക്കെ പരാജയപ്പെടുത്തി ഭൂമി വെള്ളം പുറന്തള്ളി അതിന്റെ ആ ഒരു പ്രഷറിൽ നിന്ന് രക്ഷപ്പെടും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്രത്തോളം ചൂട് വർദ്ധിക്കുന്നു അതിനൊപ്പിച്ച് തന്നെ മഴ പെയ്തിറങ്ങും. ഓസോൺ പാളിയിലെ ഡാമേജ് വളരെ കൂടുതലാണെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. നമ്മൾ വാഹനത്തിൽ നിന്ന് പുറന്തള്ളുന്ന പുക, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, വ്യവസായങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുക, അധികമായിട്ട് ചൂട് പുറത്ത് വിടുന്ന വിധം എയർ കണ്ടീഷനുകളുടെ വർധനവ്, ഇതെല്ലാം അന്തരീക്ഷത്തിന്റെ ഘടനയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര അധികമായിട്ട് ജലം മുകളിലേക്ക് പോകുന്നുണ്ടോ അതേ അളവിൽ തന്നെ ജലം താഴേക്ക് വരും. അപ്പം പക്ഷെ അത് ഏത് നാട്ടിൽ എപ്പം എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ആഗോള കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ ലോകത്തെല്ലായിടത്തും ദുരിതങ്ങളാണ് നൽകിയിരിക്കുന്നത്. പരിസ്ഥിതി എങ്ങനെ പെരുമാറുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കയ്യിലും അല്ല. വിദേശത്തുനിന്ന് ഫണ്ടും കൈപ്പറ്റി അതിനുവേണ്ടി തന്നെ കുറെ ആളുകൾ ഇവിടെയുണ്ട്. എന്ത് പ്രകൃതി ദുരന്തം വന്നാലും അവരിതെടുത്തിടും. എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി, എത്ര പേരെ കാണാതായി, ഇതൊന്നും ആർക്കും അറിയണ്ട.
അതിനു മുൻപേ തന്നെ ഇങ്ങനെ ഒരു വാർത്തയായിട്ട് വരും. അതിന്റെ പിന്നിൽ അവർക്ക് എന്തായാലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഇപ്പൊ ജയശങ്കർ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ മരിച്ചവർക്ക് ഒരു ആദരാഞ്ജലി പോലും പറഞ്ഞിട്ടില്ല. മരിച്ചവരെന്തായാലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പൊ ആളുകൾ മരണപ്പെടുന്നതോ നഷ്ടങ്ങൾ സംഭവിക്കുന്നതോ അവർക്കൊരു വിഷയമല്ല. അവരാഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതി, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വേണ്ടി അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇനി അത് നടപ്പാവില്ല. കാരണം അതിനെതിരെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. അതിന്റെ ഭാഗമാണ് ഈ വീഡിയോ.